ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം കരുൺ നായർ ടീമിലെത്തി. പക്ഷേ കരുണിന്റെ വരവ് സർഫറാസ് ഖാന്റെ ടീമിലെ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങിയ ആളാണ് സർഫറാസ് ഖാൻ. 6 ടെസ്റ്റുകളിൽ നിന്നും 37 സർഫറാസ് ഖാന്റെ ബാറ്റിംഗ് ആവറേജ്. ന്യൂസിലാൻഡിനെതിരെ 3 മത്സരങ്ങൾ കളിച്ച സർഫറാസ് ആദ്യ മാച്ചിൽ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് റണ്ണുയർത്താൻ കഴിഞ്ഞില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിലും സർഫറാസിന് അവസരം ലഭിച്ചില്ല. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് താരത്തെ ഒഴിവാക്കിയത് അനീതിയാണെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് അഗാർക്കറുടെ വിശദീകരണം. ചിലപ്പോൾ തീരുമാനങ്ങൾ ചില താരങ്ങളോടുള്ള അനീതിയാവും. എന്നാൽ ടീമിന് എന്താണോ ഗുണം ചെയ്യുക എന്നത് മാത്രമാണ് നോക്കേണ്ടത്. കഴിഞ്ഞ ഡൊമസ്റ്റിക് സീസണിൽ കരുണിന് നന്നായി റൺസ് കണ്ടെത്താനായി. മുൻപ് ഇന്ത്യക്കായി ഇംഗ്ലണ്ടിനെതിരെ കരുണിന് ടെസ്റ്റ് കളിച്ച പരിചയവുമുണ്ട്. കൗണ്ടി ക്രിക്കറ്റും കരുൺ കളിച്ചിട്ടുണ്ട്. നന്നായാണ് കരുൺ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കോഹ്ലിയുടെ അഭാവത്തിൽ മധ്യനിരയിൽ പരിചയസമ്പത്തുള്ള താരത്തിന്റെ കുറവ് വരുന്നുണ്ട്. യശസ്വിയുടെ ആദ്യ ഇംഗ്ലണ്ട് പര്യടനമാണ്. ഇംഗ്ലണ്ടിൽ ഗിൽ 1 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. രാഹുലും പന്തും നേരത്തെ ഇംഗ്ലണ്ടിൽ പരമ്പര കളിച്ചിട്ടുണ്ട്. കരുണിന്റെ പരിചയസമ്പത്ത് ഇവിടെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ചിലപ്പോൾ ആ തീരുമാനം ഏതെങ്കിലും താരത്തിനോടുള്ള അനീതിയാവാം. പക്ഷേ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും, അഗാർക്കർ പറഞ്ഞു.